ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ ഫ്ലക്സ് ബോർഡിലെ തീ അത് ഏതാണ്ട് അണയ്ക്കാൻ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആശ്വാസമാകും, കാരണം താഴേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയാണ് ഈ പറയുന്ന സ്റ്റേഡിയം റോഡിലും ഒപ്പം തന്നെ മാവൂർ റോഡിലൊക്കെയുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ദിനം കൂടിയാണ് ഞായറാഴ്ചയാണെങ്കിൽ പോലും. കാരണം നല്ല തിരക്കുള്ള സമയം കൂടിയാണ് വൈകുന്നേരം. ആ സമയത്താണ് ഈ പുകയും ഒപ്പം തന്നെ തീപിടുത്തവും ഒക്കെ ആദ്യം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഈ സ്റ്റേഡിയത്തിലുള്ള എല്ലാ കടകളും ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. കാരണം അതിൻ്റെ ഉടമകൾ അവിടെ തന്നെ ഉണ്ടോ, അവർ നൽകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ കടകളിൽ ഈ ഗ്യാസ് അടക്കമുണ്ട്, കാരണം ചില റെസ്റ്റോറൻറ്റുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഈ ഉടമകളെ ബന്ധപ്പെട്ട് അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടോ? കാരണം അതൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ എടുക്കാവുന്നതല്ലേ? പ്രജിൻ, ഈ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ഇപ്പോൾ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഇന്ന് കടകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വ്യാപാര സ്ഥാപനത്തിന്റെ ഒരു ഗോഡൌൺ കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായ തീപിടുത്തം പുറത്തേക്ക് അറിയാൻ താമസിച്ചു. കാരണം ആദ്യം അകത്തുനിന്ന് ചെറിയ തീപിടുത്തം ഉണ്ടായി, അത് പുറത്തേക്ക് വന്നപ്പോൾ മാത്രമാണ് ആളുകൾ തിരിച്ചറിയുന്നത്. ഇതിന്റെ താഴെ ഉണ്ടായിരുന്ന കടകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ മുകളിലെ കെട്ടിടത്തിനുള്ളിലാണ് തീപിടുത്തം ഉണ്ടായതിനാൽ അത് പുറത്തേക്ക് അറിയാൻ വൈകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി എസിക്ക് തീ പിടിച്ചതാണോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല. മുമ്പ് ദീപക് ധർമ്മടവും അതോടൊപ്പം തന്നെ ഷഹദ് റഹ്മാനും സൂചിപ്പിച്ച പോലെ തന്നെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കാണുന്നത് പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം തീ പിടിച്ച വലിയ ഫ്ലെക്സ് ബോർഡിന്റെ തീ അണയ്ക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ചെറിയ കടകൾക്കെല്ലാം തന്നെ ഓരോ ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാവും. ആ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് തീ പടർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ചെറിയ ഫ്ലെക്സ് ബോർഡുകൾ കത്തുന്നു, അത് ആ തീപിടുത്തം താഴേക്ക് വീഴുന്നു എന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. എന്താണെങ്കിലും ഫയർഫോഴ്സിന്റെ പരമാവധി ശ്രമിക്കുന്നു അവർ തീ അണയ്ക്കാൻ. അപ്പോഴും ആ ശ്രമം ഉണ്ടാകുമ്പോൾ കൂടി വലിയ രീതിയിൽ തീ പുറത്തേക്ക് ആളിക്കത്തുന്നതാണ് ഇവിടെ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ. അത് മാത്രമല്ല, വലിയ രീതിയിൽ കറുത്ത പുക കൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു കാരണമായി പറയുന്നത് തുണിത്തരങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിന് കോട്ടൺ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ തന്നെ ഉരുകിയ ശേഷം പുകയും പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ നിന്നുള്ള ആളുകളും വ്യാപാരികളും എല്ലാം തന്നെ പറയുന്നത്. എന്താണെങ്കിലും ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ആംബുലൻസ് സംവിധാനങ്ങൾ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ചെറുതും വലുതുമായ ആംബുലൻസ് കൂടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതും. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നഗരം സ്തംഭിച്ചു. അതിന് കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ആളുകളെല്ലാം തന്നെ വിവിധ ഷോപ്പിങ്ങുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദിനം കൂടിയാണ്. ആ വൈകുന്നേരമാണ് ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് പോയി വരാനായി സുരക്ഷ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് പല റോഡുകളും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തൽക്കാലം ഇവിടേക്ക് വൈദ്യുതി ബന്ധം നൽകേണ്ടതില്ല എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ സമീപത്തെ ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ കഴിയുന്ന ആളുകൾ പരമാവധി മാസ്ക് ഉപയോഗിക്കണം. അതുകൂടാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും മൈക്ക് അനൗൺസ്മെന്റായി ഇപ്പോൾ ടൗണിലൂടെ മൈക്ക് അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്.